വെൽക്കം ടു SKVK സ്റ്റോറീസ്. അപ്പോൾ നമ്മളിന്ന് മൂന്നാറാണുള്ളത്. അപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ വിശേഷങ്ങൾ നമ്മളിന്ന് പങ്കുവയ്ക്കുന്നതാണ്. നമ്മുടെ വ്ളോഗർ ആദിത്യ ഉണ്ണികൃഷ്ണൻ നമ്മളിവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ദ്രിയ സദൺ പനോരമ ഇന്ദ്രിയയുടെ അഡ്വഞ്ചറസ് പാർക്കിലാണ്. അപ്പോൾ ഇതാണ് പാർക്കിലേക്ക് ഇറങ്ങാനായിട്ടുള്ള വഴി. ഇത്തിരി ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റെപ്സാണ് ഇവിടെ. അപ്പോൾ ഞാൻ അവരിറങ്ങുന്നവരെ വെയിറ്റ് ചെയ്താണ്. ഇത്തിരി ഡീപ്പാണ്, അവർ പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. നമ്മൾ കേവ്സ് കണ്ടു കഴിഞ്ഞിട്ട് കറങ്ങി പിന്നെ തിരിച്ച് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കൊട്ടവഞ്ചി ഉണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. നമ്മൾ നേരത്തെ കണ്ടാണ് കൊട്ടവഞ്ചി. കുറച്ച് സ്റ്റെപ്സ് കുറച്ച് ഡീപ്പാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് ഇറങ്ങാൻ ധൃതി പിടിച്ചതിൽ ഇറങ്ങാൻ പറ്റില്ല. ഇനി നമ്മൾ ഇതെല്ലാം മറ്റേ സ്റ്റീൽ കൊണ്ടുള്ള സ്ട്രക്ചറിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് അവരുടെ കേവിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവരുടെ ഒരു 300 meters ഉള്ള ഒരു നാച്ചുറൽ കേവാണ് അവരുടെ. അപ്പോൾ ഈ കാണുന്നതാണ് കേവിൻ്റെ എൻട്രൻസ്, ആ സ്കള്ളിൻ്റെ ഇതുള്ളത്. അപ്പോൾ നമ്മളിനി നേരെ കേവിലേക്കായിരിക്കും കയറാം. നമ്മുടെ ഗൈഡ് ഉണ്ട് നമ്മുടെ കൂടെ. നമ്മളെ ഗൈഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഗൈഡ് നമ്മളോട് ഈ ഇതാണ് കേവിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ അല്ല കയറേണ്ടത്, കുറച്ചുകൂടി അപ്പുറത്ത് ഒരു കേവും കൂടി ഉണ്ട്, അവിടെ നിന്ന് കയറേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാണ്. നമ്മുടെ വ്ളോഗർ. അപ്പോൾ അവർ പറഞ്ഞിടത്തേക്ക് നമ്മൾ പോവാണ്. അത് അവിടെ അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേ ചെയ്യാനുള്ള ഇതുണ്ടെന്ന് പറഞ്ഞൊരു ചെറിയ കേവ് ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ കുറേ സ്ട്രക്ചറൊക്കെ കാണാൻ നമുക്ക്. ഇതതിൻ്റെ ഔട്ട് സൈഡാണ് നമ്മൾ കയറുന്നതിൻ്റെ. നമ്മുടെ ടീം അതിൻ്റെ ഉള്ളിൽ കയറാണ്. അപ്പോൾ നമുക്ക് കേവിൻ്റെ ഉള്ളിൽ കയറുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, ബൈ.